ട്രേഡിങ്ങിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും അതേസമയം ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്നും അതെങ്ങനെ വരയ്ക്കാമെന്നും നമുക്ക് പഠിക്കാം. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, എൻ്റെ ട്രേഡിംഗ് ജേണിയാണ് ഞാൻ ഈ ഒരു പേജിൽ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ഡേ 11 ഓഫ് ഡോക്യുമെന്റിങ് മൈ ഫോറക്സ് ട്രേഡിംഗ് ജേണി. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു റബ്ബർ ബോൾ എടുത്തിട്ട് നമ്മുടെ റൂമിന്റെ ഫ്ലോറിലേക്ക് എറിയാണെന്ന് വിചാരിക്കാം. ഈ ബോള് ഫ്ലോറിൽ ഇടിച്ചിട്ട് അടിയിലേക്ക് പോയില്ല, ഫ്ലോറിൽ ഇടിച്ചിട്ട് അത് മേളിലേക്കേ പോവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഫ്ലോറ് നമുക്ക് സപ്പോർട്ടായിട്ട് കാണാം. ഇനി മേളിലേക്ക് പോയ പന്ത് സീലിംഗിൽ ഇടിച്ചിട്ട് നേരെ അടിയിലേക്ക് വരും. ഓക്കെ, അപ്പൊ ആ സീലിങ്ങിനെ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ടും കാണാം. ഇനി ഇത് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് ഒരു സെർട്ടൈൻ ഏരിയ എത്തുമ്പോൾ എപ്പോഴും പുൾ ബാക്ക് ചെയ്ത് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. അതാണ് സപ്പോർട്ട് ഏരിയ. കാരണം അവിടെ മാർക്കറ്റിലേക്ക് ബയേഴ്സ് എൻ്റർ ആവും. അതുപോലെ തന്നെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് ഒരു സെർട്ടൈൻ ഏരിയ എത്തുമ്പോൾ പുൾ ബാക്ക് ചെയ്ത് അടിയിലേക്ക് വരുന്നതാണ്. അതാണ് റെസിസ്റ്റൻസ് ലെവൽ. കാരണം അവിടെ സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനർത്ഥം സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും ഒരിക്കലും ബ്രേക്ക് ആവില്ല എന്നല്ല, ഈ രണ്ട് ലെവലും ബ്രേക്ക് ആവും. അപ്പോൾ വൺസ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ട് ലെവലായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ ഈ സപ്പോർട്ട് ലെവലിലും റെസിസ്റ്റൻസ് ലെവലിലും എത്രത്തോളം ടച്ച് പോയിന്റ്സ് ഉണ്ടോ അത്രത്തോളം ആ ഒരു ലെവൽ സ്ട്രോങ് ആയിട്ടിരിക്കും. വൺസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ലൈവ് മാർക്കറ്റിൽ എങ്ങനെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ വരയ്ക്കാമെന്നും അത് യൂസ് ചെയ്തിട്ട് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ ബൈ.